ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണില്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ മക്കൾസിൻ്റെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കുറഞ്ഞ് ഓക്കെ ആയി വരുന്നു. പൂർണ്ണമായിട്ടായില്ലെങ്കിലും എങ്കിലും ഒരു സമാധാനമായി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണല്ലേ, കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്നങ്ങ് സാധിച്ചെടുത്തു കേട്ടോ. അതങ്ങനെയാണല്ലോ, എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം തന്നെ നടത്തിയെടുക്കാൻ നമുക്കൊരിക്കലും പറ്റാറില്ല അല്ലേ. ഇതിപ്പോൾ ഈ ആഗ്രഹം കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം, നിങ്ങൾക്ക് അതെപ്പോൾ വേണമെങ്കിലും നമുക്കങ്ങ് തയ്യാറാക്കുമല്ലോ. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. പല പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മുടങ്ങിപ്പോയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇന്നങ്ങ് സാധിച്ചത്. ചിലപ്പോൾ എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഇതങ്ങ് പൊതിഞ്ഞ് കെട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആ സമയത്തെ ഒരു മടി, പിന്നെ ചിലപ്പോൾ മക്കൾസ് അതിന് സമ്മതിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മുടങ്ങിപ്പോയ സംഭവങ്ങളുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും അതിനങ്ങ് നിൽക്കാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ പാചകത്തിന് നിൽക്കുന്ന സമയത്ത് പോലും ഞാനിത് തീരുമാനിച്ചിട്ട് നിൽക്കണമൊന്നുമല്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, മക്കൾസ് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽക്ക് അത്യാവശ്യം ഒരു കുറുമ്പും വാശിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അത് മിക്കപ്പോഴും സൺഡേ വാപ്പി വീട്ടിലിരിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് വാശിയും ചിത്താന്തമൊക്കെ കൂടുതലായിരിക്കും എന്ന് പറയാം. അപ്പോൾ പിന്നെ രാവിലത്തെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ ഒരു വകയായിരുന്നു എന്ന് പറയാം കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ചായക്കുടിയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂത്തവർ മദ്രസയിലും പോയിട്ടോ. അത് കഴിഞ്ഞ് എന്നാൽ പിന്നെ ഇന്ന് എന്തായാലും ബീഫും ചിക്കനും ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കൊഴുവ മീനുണ്ടായിരുന്നു. എന്നാൽ അത് വെച്ചിട്ട് ഒരു പീരയും വെച്ച് പെട്ടെന്നൊരു കപ്പങ്ങാത്തോരനും ആക്കി കുറച്ച് കൊഴുവ അങ്ങ് വറക്കും കൂടെ ചെയ്തിട്ട് പണിയൊക്കെ കഴിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. ഇന്നപ്പോൾ പുറത്തൊന്നും പോവണ്ട, എനിക്ക് ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ പെട്ടെന്ന് പണി തീർത്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ എൻ്റെ മനസ്സിലേക്ക് വന്നത്, എന്നാൽ പിന്നെ ഇപ്പോൾ കൊഴുക പീരയാക്കി തോരൻ വെച്ചു, മീനും പൊരിച്ചു, എന്നാൽ പിന്നെ ഒരു പൊതിച്ചോറ് അങ്ങോട്ട് ആക്കി എന്തുകൊണ്ടൊരു പൊതിച്ചോറ് ഉണ്ടാക്കി കൂടാന്ന് എൻ്റെ മനസ്സിൽ അങ്ങോട്ട് ഒരു ആഗ്രഹം വന്നു കേട്ടോ. എന്നാൽ പിന്നെ ഇനി എന്തായാലും അതൊരു പിന്നത്തേക്ക് മാറ്റണ്ട, ഇന്ന് തന്നെ തയ്യാറാക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് അതിനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ പൊതിച്ചോറിന് ഒരു മുട്ട പൊരിച്ചത് ഒരു ചമ്മന്തി ഇല്ലാണ്ട് എങ്ങനെയല്ലേ. അതുകൊണ്ട് ഫ്രിഡ്ജിൽ പരതിയപ്പോൾ രണ്ട് മുട്ടയുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് കടയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ 2 മുട്ട വെച്ചിട്ട് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അതങ്ങ് പൊരിച്ചെടുത്തു കേട്ടോ. നമ്മൾ ആളെണ്ണ അനുസരിച്ച് മുറിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മുടെ പൊതിച്ചോറിൽ ഒരു മുട്ട മുഴുവനില്ലെങ്കിലൊന്നും ആരും ഇപ്പോൾ കാണാൻ പോണില്ലല്ലോ. അന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ 2 മുട്ട എടുത്ത് അങ്ങോട്ട് പൊരിച്ചെടുത്തേ. അപ്പോൾ പീരയും പൊരിച്ച മീനും തോരനും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതുമായി. അപ്പോൾ ഒരു ചമ്മന്തിയും കൂടെ വേണം. പിന്നെ ഇനി തേങ്ങ ചിരവി ഒരു ചമ്മന്തി അരയ്ക്കാനുള്ള മടി കൊണ്ട് എന്നാൽ പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു പുളി തിരുമീത് തന്നെ ആക്കാമെന്ന് വെച്ചു കേട്ടോ. സംഭവം കാര്യം ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അത് ചുമ്മാ കഴിക്കാൻ തന്നെ ഭയങ്കര രുചിയാട്ടോ. ഇങ്ങനത്തെ പുളി തിരുമീത് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് പിന്നെ വേറൊന്നും വേണ്ടട്ടോ, അവളത് വെറുതെ എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മുട്ട പൊരിച്ചിട്ട് പുളി തിരുമീതിനും കൂടെ നിന്നു. അല്ലെങ്കിലും ചില ആഗ്രഹങ്ങൾ ഇങ്ങനെയായിരിക്കും, നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നിയാലും ആ ആഗ്രഹത്തിലേക്കൊന്ന് അടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമെന്ന് പറഞ്ഞ പോലെയുള്ളൊരാഗ്രഹം കേട്ടോ ഇത്. ഞാൻ 3rd പ്രഗ്നൻ്റ് ആയിരുന്ന സമയം മുതൽക്കേ വീട്ടിലുണ്ടാക്കി ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചതാട്ടോ. അന്നേരത്തെ വൊമിറ്റിങ്ങും കാര്യങ്ങളും കൊണ്ട് തന്നെ ഞാനതിന് മെനക്കെട്ട് നിന്നിട്ടുമില്ല. എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറുത് ഒന്നങ്ങ് തട്ടിക്കൂട്ടി കഴിച്ചാലോ, ഇല തുറക്കുമ്പോഴത്തേനും വൊമിറ്റ് ചെയ്ത് അത് കഴിക്കാനൊട്ട് പറ്റിയിട്ടുമില്ല കേട്ടോ. പിന്നെ മക്കളായി, മക്കളുടെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലുകളായി, ഹോസ്പിറ്റൽ വാസങ്ങളായി, അങ്ങനെ തിരക്കുകളായി, നമുക്കിടെ ആഗ്രഹങ്ങൾക്കായിട്ട് നിൽക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ സൺഡേ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു കേട്ടോ, ഇന്ന് ഒരു പ്രോഗ്രാമും പിടിക്കണ്ട കേട്ടോ, എനിക്ക് ഉച്ചയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങണമെന്ന്. കാരണം ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് മക്കളുടെ അസുഖവും നമ്മുടെ അസുഖവും ഒക്കെ ആയിട്ട് ഒരു റെസ്റ്റില്ലാത്ത ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് ഇന്നിപ്പോൾ 7-8 ദിവസത്തിന് മേലെയായി എന്ന് പറയാം. കാരണം രാത്രിയൊക്കെ അവർ മൂക്കടച്ചിട്ടും ചുമച്ചിട്ടും ഒക്കെ ഒരാൾ മാറി എഴുന്നേക്കലും കരച്ചിലും ഒക്കെ ആയിട്ട് എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കേട്ടോ. ഒപ്പം പൂജവെപ്പിൻ്റെ അവധിയും കൂടെ ആവുമ്പോൾ പറയാനുണ്ടോ, 4 പേരും കൂടെ വീട്ടിലിരുന്ന് ഒരു യുദ്ധക്കളമായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഉമ്മച്ചിയുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ബദറും ഉഹദും ഒക്കെ ഒരുമിച്ച് നടന്നു എന്ന് പറയാം.
അതുകൊണ്ട് തന്നെ ഞാൻ സൺഡേ ഇന്നിപ്പോൾ വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച്, അത് കഴിഞ്ഞ് എല്ലാ പണിയും കഴിച്ച് ഉച്ചയ്ക്കൊന്ന് സുഖമായി കിടന്നുറങ്ങണമെന്ന്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യണത് പോലെ അല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ മക്കൾസിന് ഇന്ന് പുറത്ത് പോയേ അടങ്ങൂട്ടോ. എന്നാൽ പിന്നെ പെട്ടെന്ന് ഒരു ലഞ്ച് അങ്ങ് തട്ടിക്കൂട്ടി കുറച്ച് നേരം ഒന്ന് ഇരുന്നെങ്കിലും റെസ്റ്റ് എടുത്തിട്ടാവാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് ഇറച്ചിയൊക്കെ ഒഴിവാക്കിയിട്ട് വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു ലഞ്ച് അങ്ങ് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളി തിരുമീത് റെഡിയാക്കി പെട്ടെന്ന് പോയി ഒരു 4-5 വാഴയില വെട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇക്കാക്ക മക്കൾസിന് ഒപ്പം തന്നെ കുഞ്ഞാവുകൾക്ക് ഒരു ചെറിയ പൊതിയും കൂടി കെട്ടണ്ട കേട്ടോ. ഞാനിതുപോലെ 4 പേർക്കും ഒരുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്നോട് പലരും പറയാറുണ്ട് കേട്ടോ, ഇങ്ങനെയൊന്നും ആരും കാണിക്കാറില്ല, എന്തിനാ അപ്പോൾ കുഞ്ഞാവുകൾ കുഞ്ഞല്ലേ, അവർക്കിപ്പോൾ അതറിയാനൊന്നും പാടില്ലല്ലോ, അപ്പോൾ മൂത്തവർക്ക് ചെയ്യണ പോലെ തന്നെ ചെയ്തില്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മളൊരിക്കലും മക്കളിൽ വേർതിരിവ് കാണിക്കരുതെന്ന് പറയും. അങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അത് ശരിയല്ല കേട്ടോ. കാരണം അവർക്കത് പറയാനറിയില്ലെങ്കിലും എങ്ങാനും അവരുടെ ഉള്ളിൽ വിഷമം ഉണ്ടായാലോ എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ചെയ്യണത് എന്തോ അത് ഉറപ്പായിട്ട് ഞാൻ അടുത്തയാൾക്കും ചെയ്യാനായിട്ട് നോക്കും കേട്ടോ. അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വന്നാലും ശരി, അങ്ങനെ ഒരു സങ്കടം വേണ്ടല്ലോ. അതിപ്പോൾ ഒരു ബർത്ത്ഡേ, ഇപ്പോൾ മൂത്തയാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇളയാളെ വിഷമിപ്പിക്കാതിരിക്കാൻ അവനക്കും ഒരു ചെറിയ സമ്മാനം ഉറപ്പായിട്ടും വാങ്ങും കേട്ടോ. അതിപ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ളതല്ല, അതിപ്പോൾ നമ്മളൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണതാണെങ്കിൽ പോലും 4 പേർക്കും ഒരുപോലെ തന്നെ കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതിനൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വേറെ ആർക്കും മക്കളില്ലല്ലോ എന്നുള്ള രീതിയിൽ. അതൊക്കെ പോട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ ചോറ് തന്നെ അങ്ങ് കെട്ടാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ മീൻ പീരയും നല്ല പുളി തിരുമിയ ചമ്മന്തിയും കപ്പങ്ങ തോരനും മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും കേട്ടോ. ആഹാ, അടിപൊളിയായിരുന്നേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറൊക്കെ കെട്ടിയെടുത്തേ. അപ്പോൾ മക്കൾസ് കഴിക്കണതിൻ്റെ അനുസരിച്ചാണ് കേട്ടോ അവർക്ക് ചോറും കറികളും എല്ലാം വച്ചേക്കണേ. അപ്പോൾ ഒലത്തൊന്നും അവരധികം കഴിക്കാത്തതുകൊണ്ട് തന്നെ അതൊക്കെ കുറച്ച് മാത്രമേ കേട്ടോ വച്ചിട്ടുള്ളൂ, തോരനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ പൊരിച്ച മീനേക്കാളും മക്കൾസിന് കുറച്ചുകൂടെ ഇഷ്ടം കറി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കെട്ടിയ ഇലയിൽ ഞാൻ കുറച്ചധികം മീൻ പീരിയാണ് കേട്ടോ വച്ചേക്കണം. പൊരിച്ച മീനൊരു ഭംഗിക്ക് മാത്രമേ വച്ചിട്ടുള്ളൂ. എല്ലാവർക്കും പൊരിച്ച മീനല്ലേ പൊതുവേ ഇഷ്ടം. ഇവിടെ എന്തോ നേരെ തിരിച്ചാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം കറി വെച്ചാൽ മതി. പിന്നെ രാവിലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാണ് കേട്ടോ കുറച്ച് പാട്. പൊരിച്ച മീൻ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചിലപ്പോഴൊക്കെ കറി വയ്ക്കേണ്ടി വരും. പിന്നെ കുഞ്ഞാവുകൾക്ക് കെട്ടുന്ന ചോറിൽ വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും ഇടണില്ല കേട്ടോ. സ്വല്പം ചോറും കുറച്ച് ഉപ്പിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഊറ്റിയാണ് ആ ചൂടോടെ തന്നെ വാഴയിലയിൽ കെട്ടിവെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇല തുറന്നപ്പോൾ ഏറ്റവും നല്ല സ്മെല്ല് വന്നത് കുഞ്ഞാവുകളുടെ ചോറ് പൊതിയെന്നായിരുന്നു കേട്ടോ. ആ പച്ച വെളിച്ചെണ്ണയുടെയും വാഴയിലയുടെയും ഒക്കെ മണം നല്ല സൂപ്പറായിരുന്നേ. ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് 2-3 വാവർ കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം തന്നെ എൻ്റെ ദിവസം തന്നെ അങ്ങോട്ട് പൂർണ്ണമായി എന്ന് പറയാം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്തതല്ലേ ഇതുപോലെ ഒരു ഇലകെട്ടൽ. അത് മക്കൾസിന് ഇഷ്ടാവുകയും ചെയ്തു, അവർ കഴിക്കുകയും കൂടെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ മൂത്ത മോൾക്കും മോൻക്കും ഉള്ളത് സെപ്പറേറ്റ് കെട്ടി വെച്ചു. ലാസ്റ്റ് ഇക്കാക്കുള്ളതും കൂടെ കെട്ടി എല്ലാം കൂടി ഒരു കാസറോളിലേക്ക് എടുത്ത് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി കുളിയും ബാക്കി പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇലയും ചോറും എല്ലാം കൂടെ അങ്ങ് സെറ്റായിട്ടുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ലാസ്റ്റ് ഇക്കാക്കുള്ള ചോറും കൂടെ കെട്ടി അതും കൂടെ അങ്ങ് റെഡിയാക്കി വെച്ചു. അല്ലെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണികളൊക്കെ തീർത്ത് പെട്ടെന്ന് കുളിച്ച് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ടൊരു പ്രത്യേക കൊതിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോഴേക്കും മക്കൾസൊക്കെ അത്യാവശ്യം നല്ല അലമ്പും കാര്യങ്ങളൊക്കെ ആയിട്ടോ. പിന്നെ അവരെ ഒന്ന് പോയി പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി അവരെ ഒന്നങ്ങ് കുളിപ്പിച്ച് ഉറക്കിയിട്ട് ബാക്കി ക്ലീനിങ് പരിപാടിക്ക് നിന്നേട്ടോ. പിന്നെ രാത്രി ഞാൻ ഓൾറെഡി എല്ലാം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുകൊണ്ട് തന്നെ വലിയ ക്ലീനിങ് പരിപാടി ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്ത് അടുക്കളയും ഒന്നങ്ങ് അടിച്ചു വാരി പെട്ടെന്ന് ഒന്നങ്ങ് തുടച്ച് വന്ന് കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് തുണിയും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് വിരിച്ചിട്ട്. ഇന്നിപ്പോൾ അല്ലെങ്കിലും കാലാവസ്ഥ ചെറിയ മഴയും വെയിൽ തെളിയും മഴ പെയ്യും ആ ഒരവസ്ഥയിൽ നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു തുണിയൊക്കെ ഉണങ്ങി കിട്ടാൻ ഇച്ചിരി പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച് തുണിയൊക്കെ അങ്ങ് വിരിച്ചിട്ടു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒന്നോടെ പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്നങ്ങ് പെട്ടെന്ന് കഴുകി എടുത്ത സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്തേക്ക് തന്നെ ഒന്നങ്ങ് തിരിച്ച് വെച്ചിട്ട് കൗണ്ടർ ടോപ്പും കൂടി 1-2 വട്ടം വെള്ളം മാറ്റി ഒന്നങ്ങ് തുടച്ചെടുത്തു കേട്ടോ. പെട്ടെന്ന് പണി കഴിച്ചു ഇന്ന്. അല്ലെങ്കിലും
നമ്മുടെ ഇഷ്ടത്തിന് നിന്നുകൊണ്ടാണോ എന്നറിയില്ല, പെട്ടെന്ന് പണി തീർന്നതുപോലെ എനിക്ക് തോന്നുകയും ചെയ്തു കേട്ടോ. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കുറേ നാളായിട്ട് ആഗ്രഹിച്ച കാര്യം ഇന്നാണല്ലോ സമയം കിട്ടിയത്. അപ്പോൾ ഇന്നത് ചെയ്തു വെച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ഒന്നങ്ങ് സെറ്റാക്കി വെച്ചപ്പോഴത്തേനും മക്കൾസ് മദ്രസയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ മക്കൾസിന് അറിയില്ല കേട്ടോ ഞാനിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയേക്കണ കാര്യം ഒന്നും അറിയില്ല. അപ്പോൾ അവർ വന്നപ്പോൾ നല്ല സ്മെല്ലുണ്ടല്ലോ ഉമ്മി അടുക്കളയിലെന്നും പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ വേഗം തന്നെ വന്ന് അടുക്കള ഒന്നങ്ങ് അടിച്ചു വാരി എടുത്തു കേട്ടോ. പെട്ടെന്ന് പണി കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണം. അതുമാത്രമല്ല പൊതിച്ചോറ് സെറ്റായിട്ട് കഴിക്കണം. ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ വേഗം വേഗം പണികളൊക്കെ തീർക്കണേ. പിന്നെ എല്ലാവരും കൂടെ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു എന്ന് പറയാം. അല്ലെങ്കിലും സൺഡേ എന്ന് പറയുന്നത് പെട്ടെന്ന് പോകും കേട്ടോ. ഇക്കായും വീട്ടിലിരിക്കുന്ന ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കണേക്കാളും സ്പീഡിൽ സൺഡേ അങ്ങ് കഴിഞ്ഞു പോകും. ഒന്നിനും ഒരു സമയം കിട്ടാത്ത പോലെ കേട്ടോ എനിക്ക് തോന്നാറ്. ബാക്കി ദിവസങ്ങളിൽ പിന്നെയും കുറച്ചൊക്കെ ഒരു സമയം കിട്ടാറുണ്ട്. സൺഡേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽക്ക് വൈകിട്ടാവണ സമയം അറിയില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോവും കാര്യങ്ങളൊക്കെ ചെയ്യണോണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ദേ തുണി വിരിച്ചിടലും കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ദേ പൊതിച്ചോറൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ മക്കൾസ് എന്താണെന്നുള്ള ആകാംക്ഷയിലാട്ടോ ആദ്യം കയറിയിരിക്കണേ. തുറന്നു കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവണേ. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തെ ഇതാണ് ഉമ്മയുടെ സ്പെഷ്യലെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ ഇല അങ്ങ് തുറന്നപ്പോൾ ഒരു സ്മെല്ല് അങ്ങോട്ട് വന്നു. എൻ്റെ പൊന്നെ, എന്തൊരു നമുക്കതങ്ങ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം അങ്ങോട്ട് കൂടുന്നു അറിയില്ലേ. അങ്ങനെ അതേ മക്കൾസൊക്കെ തുറന്ന് കണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ അവരാദ്യമേ തന്നെ കഴിച്ച് ടേസ്റ്റൊക്കെ നോക്കി തുടങ്ങി. പിന്നെ അതേ ഇക്കായും കഴിക്കാനിരുന്നു കേട്ടോ. ഇക്ക കഴിക്കാനിരുന്ന് കഴിഞ്ഞപ്പോൾ ഒപ്പം മോൻ കയറി കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ മുതൽക്ക് എന്താണെന്നറിയില്ല മക്കൾസ് നല്ല വാശിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിപ്പിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് കഴിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ലെന്ന് പറയാം കേട്ടോ. മോനാകെ വാശി പിടിച്ച് ഇലയൊക്കെ വലിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.